കിച്ചു വരുന്നതിൻ്റെ അന്ന് അവൻ്റെ അമ്മ എന്ന സ്ഥാനത്ത് അവൻ എന്തായാലും വിളിച്ചെന്നോട് പറയാം, അമ്മ ഞാൻ അങ്ങോട്ട് വരുവാണേ. ഞാൻ പറഞ്ഞപ്പം ഞാൻ ഒരു ഷൂട്ടിന് പോവാണ്, ബസ്സിലാ മോനെ. നീ ചെല്ലടാ, ഓക്കെ ഋതപ്പനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ച്. ആ കുട്ടിയുടെ വ്ളോഗ് അവൻ എടുത്തു. അത് നമ്മൾ അറിഞ്ഞില്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. അത് അങ്ങനെ പറഞ്ഞപ്പോൾ നേരെ മറിച്ചും തിരിച്ചും വ്യാഖ്യാനിച്ചത് ഞാൻ അറിയാതെ കള്ളനെ പോലെ കിച്ചു വന്ന് എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എനിക്കതിനകത്ത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിട്ടാണ് കിച്ചു വന്നത്, പക്ഷെ ഞാൻ ഇവിടെ ഇല്ലാന്നും പറഞ്ഞു. ആ ഒരു സ്ഥാനത്തിന്, അല്ലാതെ ഞാൻ എൻ്റെ അനുവാദമില്ലാതെ എന്തിനു കിച്ചു വന്നു എന്നൊരു ധ്വനിയൊന്നും അതിനകത്തില്ല സത്യം പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെയൊക്കെ കുറെ പേര് വളച്ചൊടിച്ച് റിയാക്ഷൻസ് ഒക്കെ തമ്പലിനൊക്കെ കണ്ടു. കിച്ചു എന്തുകൊണ്ട് രേണു പറഞ്ഞെന്ന്, കിച്ചു എന്താണ് രേണുവിനോട് പറയാതെ വന്ന, പറയാതെ ഒന്നുമല്ല കിച്ചു വന്നിരിക്കുന്നത്. എന്നെ കിച്ചു വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അവൻ എന്ന് വന്നാലും അവൻ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇല്ലല്ലോടാന്നും കൂടെ പറയുകയും ചെയ്തു. കിച്ചു അപ്പൊ ഇവിടെ വരുന്ന കാര്യം അറിയിച്ചിട്ടില്ല? അറിയിച്ചു, എന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത്. മോളെ ഞാൻ ബസ്സിൽ പോവായിരുന്നു, അപ്പൊ എന്റെ അടുത്ത് കിച്ചു അമ്മ എവിടെയാ? ഞാൻ പറഞ്ഞ മോനെ ഞാൻ സ്കൂളിൽ ഷൂട്ടിന് പോവാണ്, ബസ്സിലാണ്. അമ്മ ഞാൻ ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്. ഞാൻ അയ്യോടാ എനിക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ, ഞാൻ ഷൂട്ടിലാടാ, എനിക്ക് ഇനി 2-3 ദിവസം കഴിയാതെ വരത്തില്ല, ഋതപ്പനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വീഡിയോ എടുക്കുന്ന കാര്യം ചേച്ചിക്ക് അറിയില്ലേ? അവൻ വരുമ്പോ വീഡിയോ സ്വാഭാവികമായിട്ട് എടുക്കുമെന്ന്, എനിക്ക് അങ്ങനെ എടുക്കുന്നെന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു. അത് അവന്റെ ഇഷ്ടമല്ലേ, അവൻ വ്ളോഗ് ചെയ്യുന്ന അവന്റെ ഇഷ്ടം. ഇപ്പൊ പ്രത്യേകിച്ച് പറയണോന്ന് എനിക്കറിയില്ല, പറയണോ എനിക്കറിയില്ല.